ഭൂപതിവ് നിയമ ഭേദഗതിക്ക് ചട്ടങ്ങൾ തീരുമാനിച്ച സർക്കാർ ഇതോടെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം നടപ്പിലാക്കുകയാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മലയോര മേഖലയിലെ പ്രശ്നം മന്ത്രിസഭാ യോഗം വിശദമായി ചർച്ച ചെയ്തുവെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടങ്ങൾ സബ്ജക്ട് കമ്മിറ്റിക്ക് കൂടി അയക്കേണ്ടതുണ്ടെന്നും ചട്ടങ്ങൾ നിലവിൽ വരുന്നതോടെ മലയോര ജനതയുടെ 6.5 പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പാണ് അവസാനിക്കുന്നതെന്നും മുഖ്യമന്ത്രിക്കൊപ്പം റവന്യൂ മന്ത്രി കെ രാജനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഭൂമി പതിച്ചു കിട്ടിയവരിൽ പലരുടെയും നിർമ്മാണവും കൈമാറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയതാണ് സർക്കാർ ഇടപെടലിന് അടിസ്ഥാനം. ഭൂമി തരം മാറ്റം ക്രമപ്പെടുത്തുന്നതാണ് ചട്ടങ്ങൾ. വിപുലമായ ചർച്ചകൾക്ക് ശേഷമാണ് ചട്ടം ഭേദഗതി മന്ത്രിസഭ പരിഗണിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 21 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ LDF മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം കൂടി ഇതോടെ യാഥാർത്ഥ്യമാവുകയാണ്. ഇതോടെ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച ഭൂമി നിയമവിധേയമാവുകയാണ്. ഇത് മലയോര ജനതയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രതിബദ്ധതയ്ക്ക് അടിവരയിടുന്നൊരു കാര്യമാണ്. പട്ടയഭൂമി വകമാറ്റി ഉപയോഗിക്കുന്ന പ്രശ്നം ഇതോടെ പൂർണ്ണമായും പരിഹരിക്കപ്പെടുമെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. എല്ലാ വീടുകളും ക്രമീകരിക്കും. കൂടാതെ നിശ്ചിത സമയപരിധി പാലിക്കാതെ ഭൂമി വിറ്റത് നിശ്ചിത ഫീസ് വാങ്ങി ക്രമീകരിക്കാനും വകമാറ്റിയുള്ള വിനിയോഗം മാത്രമാണ് ക്രമീകരിക്കുകയെന്നും ബാക്കി ഭൂമിയിൽ പട്ടയ വ്യവസ്ഥ ബാധകമായിരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പട്ടയഭൂമിയിലെ പൊതു സർക്കാർ വാണിജ്യ കെട്ടിടങ്ങൾക്ക് കോമ്പൗണ്ടിംഗ് ഫീ ഉണ്ടാവില്ല. പട്ടയഭൂമിയിലുള്ള കാർഷിക ആവശ്യങ്ങൾക്കുള്ള കെട്ടിടം, അൺഎയ്ഡഡ് സ്കൂൾ, അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ കെട്ടിടം എന്നിവയ്ക്ക് ന്യായവിലയുടെ 1% ഫീസ് ഈടാക്കും. വാണിജ്യ ആവശ്യത്തിനുള്ള കെട്ടിടങ്ങൾ അവയുടെ വലിപ്പം കൂടി കണക്കാക്കിയാകും ഫീസ് ഈടാക്കുക. ക്രമീകരണത്തിന് ശേഷം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.